ഇവിടെ ആരും കാണുന്നില്ല. ഇതാരൊക്കെയാ? വാ വാ വാ. വന ചേച്ചി, ഇതൊക്കെ ആർക്കാടി? കിച്ചേട്ടനാ. കോളേജാണ് മോളെ, പെമ്പിള്ളേർ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഷൈൻ ചെയ്താലേ അവൻ കയ്യിന്ന് പോവേ. ഞാനും വനചേച്ചിയുടെ കൂടെ വരുമല്ലേ. കിച്ചേട്ടൻ എവിടെ? അവൻ മുറിയിലുണ്ട്. ആരത്? ലക്ഷ്മി. ഹരി എവിടെ? ഹരിയേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താടോ മരുന്ന് കച്ചവടമൊക്കെ തകൃതിയായിട്ട് പോകുന്നു? കുഴപ്പമില്ല. നിരത്തി പിടിച്ച് മരുന്നുകൾ എഴുതാൻ ഒരുപാട് ഡോക്ടേഴ്സ്, അതെല്ലാം മേടിച്ച് കഴിച്ച് പുതിയ പുതിയ അസുഖങ്ങൾ വരുത്താൻ തയ്യാറായി ധാരാളം പേഷ്യൻസ്. പിന്നെ എന്നെ പോലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർക്ക് എന്താ പേടിക്കാൻ? ഇതാരേ? ഇതെടുത്ത് അലമാറയിലേക്ക് വെക്കും. എന്താ ഇത്? കിച്ചന്റെ പഠിത്തത്തിന് കാശ് ഒരുപാട് ചെലവുണ്ടെന്ന് എനിക്കറിയാം. ഇതെടുത്ത് വെക്കും. എടോ, മക്കള് പഠിക്കുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ളത് അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം. അത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അവനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കി തന്റെ കയ്യിലോട്ട് അങ്ങോട്ട് തരും. എന്തായി? കറക്റ്റ്. ഈ പറച്ചിലൊക്കെ ഇയാളുടെ ദുരഭിമാന. കിച്ചന്റെയും ശ്രീയുടെയും കാര്യത്തില് എന്റെ മകളെന്നോ നിന്റെ മകനെന്നോ ഞാൻ കരുതിയിട്ടില്ല. നമ്മുടെ മക്കള് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളതെല്ലാം കിച്ചനുള്ളതാ. അതിലൊരു വിഹിതം നേരത്തെ തരുന്നു എന്ന് വിചാരിച്ചാ മതി. കറക്റ്റാ. അല്ല, എല്ലാം കറക്റ്റ് ആണല്ലോ. നമ്മുടെ കിച്ചന്റെ ആളവിടെ അവിടെ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് ഭംഗിയാണ്. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടായ. കിച്ചേട്ടനോ? കൊള്ളാം. ഇന്ന് കച്ചേരിക്ക് ഇതിട്ടാ മതി. അല്ലെങ്കിൽ വേണ്ട. എന്തേ? ഫസ്റ്റ് ഡേ കോളേജിൽ ഇട്ടാ മതി. പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കട്ടെ. മതി മതി. നിക്ക്. എവിടെ പോയാലും എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിയാ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. അച്ചോ, ഫോർട്ട് കൊച്ചി ലിവർ ബാബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ലിവർ ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ട്. പൊരിച്ചാൽ പെറുക്കി തന്നെ നല്ല രസാ, മൊരുമൊരാന്നിരിക്കും. കളിയാക്കണ്ട, അണ്ണൻ തന്നെ ലിവർ ബാബു. ഓഹോ, ഞാൻ ഫാദർ തെക്കൻ, ഇവിടുത്തെ പ്രിൻസിപ്പലാ. ഹോട്ടൽ ലിവർ. അങ്ങനെ അങ്ങ് പോയാലോ? അതെ, ഇവൻ അണ്ണന്റെ പയ്യനാ. ഇവന്റെ സസ്പെൻഷൻ ഇന്ന് പിൻവലിക്കണം. ലിവറെ, ഇവനെ വെറുതെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞതല്ല. ഇവൻ കോളേജ് വന്നതിനേക്കാൾ കൂടുതൽ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. ആ വാർത്തയുടെ കൂടെയൊക്കെ കോളേജിന്റെ പേരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഒരു ശുദ്ധജല തടാകം അശുദ്ധമാക്കാൻ 2 തുള്ളി T20 മതി. അച്ചോ, കളി ലിവറിനോട് വേണ്ട. മോനെ, നീ ലിവർ ആണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ഹാർട്ട് ഒരാൾ വേറെയുണ്ട്, ഇരുമ്പൻ സുര. അവനെ വിളിച്ചിട്ട് ഫാദർ തെക്കൻ ആരാന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ ഓഫീസിലുണ്ടാവും. മാറിക്കടാ. അച്ചോ, എന്നെ തിരിച്ചെടുത്തില്ലെങ്കിലേ അച്ഛൻ ഇനി തെക്കോട്ടാണോ വടക്കോട്ടാണോ പോകണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഗുഡ്. അങ്ങനെ വഴിക്കുക. ആൺകുട്ടികളെ എനിക്കിഷ്ടം. ഞാൻ ഓഫീസിലുണ്ടാവും. ടീച്ചേഴ്സുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. Poor boy. നീ ഓഫീസിലേക്കല്ലേ, ബാക്കി നമുക്ക് നോക്കാം. എന്നെ നീ തെക്കോട്ടെടുപ്പിക്കുമല്ലടാ. മൂർച്ചയുള്ള കത്തിയുമായിട്ട് മുൻപിലൊരുത്ത് നിന്നാലും മുള്ളുന്നവനല്ല ഫാദർ തെക്കൻ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ നീ പോയി ഒന്ന് അന്വേഷിക്കേ. ഞാൻ ആരാണെന്ന് പറയും. കുറെ കാലം അവിടുത്തെ ഇടവകെ ഞാൻ ഉണ്ടായിരുന്നു. ഇനി പരിസരത്ത് കണ്ട ഇട്ടിച്ചെന്നിട്ട് കൂമ്പ് വാട്ടിക്കളയും. തോമാച്ചാ, ഇവനെ എറിഞ്ഞേക്ക്. തെക്കനച്ഛനോടാ കളി. കർത്താവേ, നിന്റെ ആലയം അശുദ്ധമാക്കിയ കള്ളന്മാരെ നീ ചാട്ടവാറിനടിച്ചു. അതില്ലാത്തത് കൊണ്ട് SMS പിള്ളേരെ ഞാൻ കൈകൊണ്ടടിച്ചു. നീ എന്നോട് പൊറുക്കണമേ.
കരിമ്പൻകാട്ട കാമുകൻ എത്തിയല്ലോ. നിന്റെ പെണ്ണ് എപ്പോഴാ ലാൻഡ് ചെയ്യുന്നേ? ശിവേട്ടൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവൾ ഇപ്പൊ എത്തും. വിത്തിൻ സെക്കൻഡ്സ് അഞ്ജന ഈ ക്യാമ്പസിൽ കാലുകുത്തും. ഓ പിന്നെ യൂറി ഗഗാരൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയണ പോലെ. ദാ പോകുന്നു നിന്റെ എക്സ് ലവർ എലിസബത്ത്. ഇവളുടെയൊക്കെ പ്രാക്കുണ്ടാവും. ഇവള് പ്രാകത്തില്ല. ഞാൻ ഇവളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലായിരുന്നു. വാട്ടർ സിസ്റ്റം. ഹായ്. ഹായ്. ഓൾ ദി ബെസ്റ്റ് കിച്ച. താങ്ക്സ് അളിയ. അപ്പാ ഈശ്വര, ഞാൻ ചെല്ലട്ടെ. പോയിട്ടോ. കാണാൻ അത്ര പോരാ അല്ലേ? അല്ല എന്റെ അഭിപ്രായം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ ഫ്രണ്ട്സാ വിനോദ്, ഉസ്മാൻ, വെങ്കി. ഹായ്, ഐ അഞ്ജന. എവിടെയോ നല്ല മുഖപരിചയം. അയ്യോ, സ്റ്റേഷനിൽ ഇതുവരെ കയറിയിട്ടില്ല സർ. ഓ, അപ്പൊ ആള് തെറ്റിയതായിരിക്കും. ദേ, നിന്റെ ചേട്ടന്മാർ ഒരുമാതിരി ചത്തുപോയ തന്തയ്ക്ക് ചീത്തപ്പനുണ്ടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. എന്റെ വായിന്ന് പുളിച്ച തെറി കേൾക്കാതിരിക്കണമെങ്കിൽ ആ തഹസീൽദാർ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ പറ. ഇല്ലാത്ത പട്ട ഉണ്ടാക്കി കൊടുപ്പിച്ചതും പോരാ, വിളിച്ചു പറയടാ. ആ, അലമാരിയിൽ ബോട്ടിലൊക്കെ കാലിയാണെന്നും കൂടെ പറഞ്ഞേക്കണം. പരിചയക്കാരും ഇല്ലേ? ഹായ് രമണേ.